കാനാടിക്കാവ് ശ്രീ വിഷ്ണുമായ സ്വാമി ക്ഷേത്രത്തിലെ പ്രസിദ്ധമായ തിറവെള്ളാട്ട് മഹോത്സവം ഡിസംബർ 24 ആരംഭിക്കുന്ന നൃത്ത സംഗീതോത്സവത്തിന് കാനാടിക്കാവ് മഠാധിപതി ബ്രഹ്മശ്രീ ഡോക്ടർ വിഷ്ണു ഭാരതീയ സ്വാമിയുടെ ആശീർവാദത്തോടെ തിരിതെളിയുമ്പോൾ നമ്മുടെ നാടിന്റെ വിവിധ പ്രദേശങ്ങളിൽ നിന്നുള്ള കലാപ്രതിഭകളുടെ 9 ദിവസം നീണ്ടു നിൽക്കുന്ന മികവാർന്ന കലാ ഉപാസനകൾ മാറ്റുരയ്ക്കുന്ന ആഘോഷദിന രാത്രങ്ങൾക്ക് തുടക്കം കുറിക്കുകയായി പെരിങ്ങോട്ടുകര കാനാടിക്കാവ് വിഷ്ണുമായ ക്ഷേത്ര സന്നിധിയിലേക്ക് ഏവരെയും സാദരം ക്ഷണിക്കുന്നു. തൃശൂർ കൊക്കാല അമ്പാടി ലൈനിലുള്ള മലബാർ നിധി ലിമിറ്റഡിന് മുൻപിൽ നിക്ഷേപ തട്ടിപ്പിനിരയായ ആളുകൾ പ്രതിഷേധ ധർണ നടത്തി. സ്ഥാപനം നടത്തിപ്പുകാർ മലബാർ വികാസ് നിധി, മലബാർ ഫിനാൻഷ്യൽ സർവീസ്, വെൽകെയർ പ്രൊഫഷണൽ മൾട്ടി സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി എന്നീ പേരുകളിൽ തൃശൂർ, പാലക്കാട്, മണ്ണാർക്കാട്, ചാവക്കാട് എന്നിവിടങ്ങളിൽ സ്ഥാപനങ്ങൾ ആരംഭിച്ച് നൂറുകണക്കിന് ആളുകളെ വഞ്ചിച്ച് കോടികൾ തട്ടിയ ശേഷം സ്ഥാപനങ്ങൾ അടച്ചുപൂട്ടിയെന്ന് പ്രതിഷേധക്കാർ ആരോപിച്ചു. ഇത് സംബന്ധിച്ച് ഇവർക്കെതിരെ തൃശൂർ ഈസ്റ്റ്, പാലക്കാട്, മണ്ണാർക്കാട്, ചാവക്കാട് പോലീസ് സ്റ്റേഷനുകളിൽ നിരവധി കേസുകൾ നിലവിലുണ്ട്. എന്നാൽ പോലീസ് ഇവർക്കെതിരെ യാതൊരു നടപടികളും സ്വീകരിക്കുന്നില്ല എന്ന് സമരക്കാർ ആരോപിച്ചു. പ്രതിഷേധ സമരത്തിന് ശേഷം മലബാർ നിധി ലിമിറ്റഡിന്റെ MD, ചെയർമാൻ, ഡയറക്ടർ എന്നിവർക്കെതിരെ നിക്ഷേപകരായ ജയമോഹൻ വടാനപ്പള്ളി, ഡെനി ജോസഫ് എന്നിവരുടെ നേതൃത്വത്തിൽ തൃശൂർ ഈസ്റ്റ് പോലീസിൽ ഭീമ ഹർജി നൽകി.